ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് 2 മാർക്കിന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടെ. അത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്നുള്ള ഇതുപോലുള്ള ഒരു ചോദ്യമായിരിക്കും. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പിടിക്കാം. കിങ് അവിടെ ചോദിക്കുകയാണ്, ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദെയർ? അതിന് ദ 2 ഹെർമിറ്റ്സ് കൊടുക്കുന്ന റിപ്ലൈ ആണ്, നോ, ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ദ ഗസ്റ്റ് ആൻഡ് ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് എന്ത് ടൈപ്പ് ചോദ്യമാണെന്നുള്ളത് ആദ്യം നോക്കുക. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്സിലറി വെർബ്, ഈസ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെ നോ എന്നുള്ള ഒരു റിപ്ലൈയും കാണുന്നുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തല്ലേ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, അവിടെ ആരാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കറിൻ്റെ പേര് കൊടുക്കുക, ആസ്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് കൊടുക്കുക, ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം, 2 യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിങ് വേർഡ് യൂസ് ചെയ്യുക. ബാക്കി ഭാഗത്തിന് നമുക്ക് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാനല്ലോ. ദ ഹെർമിറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിനെയാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം മാറ്റം വരുത്താൻ ആകെ ഇവിടെ ഉള്ളത് എന്താ, ഈ ഈസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, വാസ് എന്നുള്ളതായിട്ട് മാറും. ടുഗദർ അതെന്തായും ദ കിങ് ആസ്ക്ഡ് ഇഫ് ദ ഹെർമിറ്റ് ഫാദർ വാസ് ദെയർ എന്നുള്ളതായിരിക്കും നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ട രീതി. ഇനി 2 ഹെർമിറ്റ്സ് പറയുന്ന റിപ്ലൈ എന്ന് പറയുന്നത് നോ, ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ദ ഗസ്റ്റ് ആൻഡ് ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആദ്യം ആ സ്പീക്കറിനെ എടുത്ത് എഴുതുക, ദ 2 ഹെർമിറ്റ്സ്. ഇനി റിപ്ലൈഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇനി ദാറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത്. ഇനി ആദ്യം നമുക്ക് വേണ്ടത് എന്താ, ഈ ഒരു ഭാഗം, ഈ നോ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഹി വാസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോ എന്നതിൻ്റെ ഉത്തരമായി. കാരണം നമ്മളിവിടെ ഓൾറെഡി വാസ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ താഴത്തേക്കും നമ്മൾ വാസ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി ഭാഗം, ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം എന്ന് പറഞ്ഞ ആ ഭാഗം നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ജസ്റ്റ് ഒരു ആൻഡ് ആഡ് ചെയ്യുക, എന്നിട്ട് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിംഗ് വേർബ് കൊടുക്കുക, ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിങ് വേർഡ് കൊടുക്കുക. അതിനുശേഷം ഹി ഹാസ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ഗസ്റ്റ് ആൻഡ് ഇവിടെ പിന്നെ പറയുന്നുണ്ട് ആൻഡ് ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ എന്നുള്ളത്, ഈ ഹാസ് എന്നുള്ളത് ഹാഡ് ആയിട്ട് മാറും. ഹാഡ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ എന്നുള്ളതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഇവിടെ നമ്മളൊരു റിപ്ലൈയും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷ് എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഓൾറെഡി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒന്ന് ഉറപ്പുവരുത്തുക.